മുസ്ലിം ലീഗിനോട് വല്ലാത്ത സ്നേഹം തോന്നുന്ന സതീശൻ ഇപ്പൊ വാതോരാതെ മുസ്ലിം ലീഗിനെ കുറിച്ച് മതേതരത്വമാണ് മുസ്ലിം ലീഗ് പറയുന്നത്, ഇതുപോലെ മതേതരത്വം കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയിലല്ല സതീശൻ പറയുമ്പോൾ. കാരണം സതീശന് മുഖ്യമന്ത്രി സ്ഥാനം വേണമല്ലോ. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ലീഗിന് ഉപമുഖ്യമന്ത്രിയാകണം. കാരണം ലീഗിന് അതിനുള്ള സ്റ്റാറ്റസ് അർഹതയുണ്ടെന്നാണ് KNA ഖാദർ, അതായത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ഖാദർ പറയുന്നത്. ശരിയാണ്. കാരണം സതീശൻ ഇത്രയും മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെങ്കിൽ സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയാകാൻ സതീശൻ അല്ലെങ്കിൽ ഒരു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ ആ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും അർഹർ മുസ്ലിം ലീഗ് തന്നെയാണ്, അല്ലേ? കാരണം സതീശന് ആ സ്ഥാനം കിട്ടുന്നത് ലീഗ് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്. ഇവിടെ കോൺഗ്രസ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ലീഗാണ്. കോൺഗ്രസിലെ തർക്കങ്ങൾ തീർക്കുന്നത്, അതേപോലെ തന്നെ മുന്നണിയിൽ ആരെങ്കിലും വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് തുടങ്ങി നയപരിപാടികളെല്ലാം ആസൂത്രണം ചെയ്യുന്നതിൽ മുഖ്യ പങ്കാളികളാണ് ലീഗ്. അവർ മുഖ്യമന്ത്രി പദം എന്തേ ചോദിക്കുന്നതേ നമ്മൾ സംശയിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഈ ഇടയ്ക്കാണ് അത് കൃത്യമായി മനസ്സിലായത്. കാരണം ഈ BJP-യിൽ നിന്ന് കസേര കിട്ടാതെ പോയ സന്ദീപ് വാര്യർ ഉണ്ടല്ലോ, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തി. ഇപ്പോ കഴിഞ്ഞ ആഴ്ച വരെ അധികം ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, കൂടെ പോകുന്നു, അവർക്ക് കാവലാകുന്നു, അവരെ മുമ്പിൽ സാഷ്ടാംഗം അങ്ങ് നമിക്കുന്ന ഒരു സന്ദീപ് വാര്യരെയാണ് കാണുന്നത്. പിന്നീട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് പരിശോധിച്ചപ്പോഴാണ് വാര്യർക്ക് അവിടെയും കസേര വേണം, മത്സരിക്കണം, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ അവിടെ ലീഗിനെ സൂചിപ്പിച്ചേ പറ്റൂ. അതാണ് ഇതെന്ന് പിന്നീടാണ്. അപ്പൊ അതാണ് സതീശന്റെ ലക്ഷ്യം. UDF-ലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ലീഗിനെ സൂചിപ്പിച്ചേ മുന്നോട്ട് പോകാൻ പറ്റൂ. ശശി തരൂർ യാത്ര നടത്തിയല്ലോ, കേരള യാത്ര നടത്തിയില്ലേ? ആ യാത്ര നടത്തിയപ്പോ ആദ്യം പോയത് അവിടെയാണ്. അവിടെ നിന്ന് സമ്മതം വാങ്ങിച്ചിട്ടാണ് പോയത്, പാണക്കാട്. അതേപോലെ ഇപ്പോൾ പറഞ്ഞ സന്ദീപ് വാര്യരും കോൺഗ്രസിൽ ചേർന്ന ഉടനെ ആദ്യം പോയത് അവിടെയാണ്, ഇന്ദിരാഭവനിലൊന്നും അല്ല പോയത്. അപ്പൊ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്സിലെ പവർ പോയിന്റ് എന്ന് പറയുന്ന സാധനം, ഇതിന്റെ പവർ ഇരിക്കുന്നത്, UDF-ന്റെ പവർ ഇരിക്കുന്നത് പാണക്കാടാണ്. അപ്പൊ ഇപ്പൊ സതീശൻ ലീഗിന് മതേതരത്വമുണ്ട്, അതേപോലെ തന്നെ ചില കക്ഷികൾ വർഗീയ കക്ഷികളല്ല എന്നൊക്കെ പ്രസ്താവന, ഇതെല്ലാം മുസ്ലിം ലീഗിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി, വെള്ളപൂശാൻ വേണ്ടി ഉപയോഗിച്ച പദങ്ങളാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് സതീശൻ പേടിക്കേണ്ട ഒരു മൃഗമല്ല. ഞാൻ പറഞ്ഞത് ഈ കൂട്ടത്തിനിടയിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആനിമൽ അല്ല എന്നൊരു തോന്നലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ കൊമ്പ് ഉണ്ടെങ്കിലും കുത്തുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സതീശനെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ UDF നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് UDF-ന്റെ അകത്തുള്ള തൊഴുത്തിൽ കുത്താണ്, ഇവർ തമ്മിലുള്ള തൊഴുത്തിൽ കുത്താണ്. അതിന് ഹൈക്കമാൻഡ് വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ ലീഗ് വിചാരിച്ചാൽ സാധിക്കും. ഉദാഹരണത്തിന് KC വേണുഗോപാല് അരയും തലയും മുറുക്കി അവസാന നിമിഷം രംഗത്ത് വന്നാൽ ചിത്രം പാടെ മാറും. അത് സതീശന്റെ എന്ന നിയന്ത്രണത്തിൽ കിട്ടുന്നതിനപ്പുറമാണ്. അദ്ദേഹത്തിന്റെ ലെവല് കേന്ദ്രത്തിലെ ലെവലാണ്, അതായത് ഹൈക്കമാൻഡ് ലെവലാണ്. അപ്പൊ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ സതീശൻ എന്ന നല്ല മനോഹരമായ ഒരു തയ്യൽക്കാരനെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ കുപ്പായമെല്ലാം തയ്പ്പിച്ച് അളവെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ആകെ വഴിയാധാരമായി പോകും. ആ വഴിയാധാരമായി പോകാതിരിക്കണമെങ്കിൽ ലീഗ് വിചാരിക്കണം. അതുകൊണ്ട് ലീഗിന് തൃപ്തിപ്പെടുത്താനുള്ള അദ്ദേഹം കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവർ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചാൽ അവർക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. എന്ന് മാത്രമല്ല, എത്ര മന്ത്രിക്ക് അർഹതയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞത്? 13 അല്ലേ? ഇവർക്ക് മൊത്തം മന്ത്രിസഭയില് അംഗത്വം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലും കോൺഗ്രസ് സമ്മതിച്ചിട്ട് അവരെ മുൻസീറ്റിലിരുത്തി അവരെ പിൻസീറ്റിലിരുത്തി കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കാനും കോൺഗ്രസ് സമ്മതിക്കും. കാരണം കേരളത്തിൽ UDF അതിന്റെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിലാണ്. ഇപ്പുറത്ത് BJP അതിശക്തമായിട്ട് ഹിന്ദു വോട്ടുകളെ, പ്രത്യേകിച്ച് LDF-ൽ നിന്നല്ല കൂടുതൽ ഹിന്ദു വോട്ടുകൾ പോകുന്നത്. ഹിന്ദു വോട്ടുകൾ കൂടുതൽ പോകുന്ന UDF-ൽ നിന്നാണ്. പ്രത്യേകിച്ച് NSS പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുക്കളിൽ നിന്നുകൂടിയാണെന്ന് ഓർക്കണം. കാരണം LDF-ലുള്ള ഹിന്ദുക്കൾ പ്രത്യയശാസ്ത്രപരമായി കുറച്ചുകൂടെ അഡമന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. എത്രയോ വർഷങ്ങളായിട്ട് കമ്മ്യൂണിസം തലക്ക് പിടിച്ചവരാണ്. എന്നാൽ കോൺഗ്രസ് കുറച്ചുകൂടെ ലിബറൽ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് മത കക്ഷികളുമായിട്ട് അവർക്ക് ബന്ധിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നവരാണെന്നുള്ള തോന്നൽ ഇവർക്കുണ്ട്. അപ്പൊ ലീഗിനോടൊപ്പം പോകാമെങ്കിൽ BJP-യോടൊപ്പം പോകുന്നതിന് തടസ്സമില്ലല്ലോ എന്നൊരു വിദ്യാഭ്യാസമുള്ളൊരു NSS-കാരന് ചിന്തിക്കാം. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ നിന്നുള്ള ഒരു വോട്ടൊഴുക്ക് തന്നെയല്ല, സതീശനെതിരെ സൈബർ ഇടങ്ങളിൽ പലപ്പോഴും കൂടുതൽ എതിരായി സംസാരിക്കുന്നത് NSS വിഭാഗത്തിൽപ്പെട്ട കുറെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ സതീശനെ സംബന്ധിച്ച് തന്റെ
കാൽക്കീഴിലെ ഒരു വിഭാഗത്തിന്റെ മണ്ണ് പോയാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇവിടുത്തെ നിലനിൽപ്പിൽ ഹിന്ദുക്കളുടെ പങ്ക് ഉണ്ടായില്ലെങ്കിലും വേണ്ടിയില്ല, ഭരണം കിട്ടുവാനായിട്ട് ഒരു സാധ്യത വന്നാൽ അത് ഉറപ്പിച്ചു നിർത്താനായിട്ട് മുസ്ലിം ലീഗ് വേണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഏതറ്റം വരെയും പോകും. ഇനി കൂടുതൽ മന്ത്രി സ്ഥാനം ചോദിച്ചാൽ കൊടുക്കും, മറ്റ് പല വകുപ്പുകളും കൊടുക്കും. ഇതുവരെ അവർ കൈകാര്യം ചെയ്യാത്ത എന്റെ ഓർമ്മയിൽ ആഭ്യന്തരമാണെന്നുള്ളതാണ് ഓർമ്മ. ഒരു പക്ഷേ അതും അവർ ചോദിച്ചേക്കാം. ലീഗ് ചോദിച്ചാൽ കൊടുക്കും. കാരണം കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിനാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയൊക്കെ അല്ലെ. കർണാടകയിലും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി, DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി. അവിടെ പിന്നെ ആ കസേരയ്ക്ക് വേണ്ടി ഇങ്ങനെ വലിയും പിടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. 2.5 വർഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് സിദ്ധരാമയ്യ ഇപ്പോഴും ആ കസേര കിടന്ന് തൂങ്ങുന്നുണ്ട്. ഇപ്പൊ 2026-ലോ 27-ലോ കൊടുക്കാന്ന് പറയുന്നുണ്ട്. അത് കൊടുക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം അറിയില്ല. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സത്യത്തിൽ ഈ സതീശൻ തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവായി വന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനും വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ആർജവമുള്ള പ്രതിപക്ഷ നേതാവ്, കുറച്ചുകൂടി കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ. കാരണം അത്രത്തോളം PR വർക്കും സതീശൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. സതീശൻ നടക്കുന്നു, ഇരിക്കുന്നു, പോകുന്നു, വരുന്നു, ജനങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഫേസ്ബുക്ക് തുറന്നാലും സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ പിന്നെ സതീശന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഒതുക്കിക്കൊണ്ട് തനിക്ക് മുന്നേറണം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് സതീശൻ കുതിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. പിന്നീട് ഈ അടുത്ത സമയത്ത് ഇതുവരെ മുസ്ലിം ലീഗിനോട് എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട്, തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, അപ്പൊ അതിന് മുന്നോടിയായിട്ട് സതീശൻ കൃത്യമായി, ഇപ്പൊ കേരളത്തിൽ ഏറ്റവും നന്നായി പറയുന്ന സോപ്പ് ഏതാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ചന്ദ്രികയെ നമുക്ക് വെക്കാം. ചന്ദ്രിക പോലും സതീശന്റെ പതപ്പിന് മുന്നിൽ തോറ്റുപോകുമെന്നാണ് പറയുക. കാരണം അത്രത്തോളം ലീഗിനെ പതപ്പിച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കുന്നുണ്ട്. അപ്പൊ ലീഗിന്റെ നേതാക്കൾ വർഗീയത പറഞ്ഞാൽ സതീശനെ സംബന്ധിച്ചിടത്തോളം അത് വർഗീയതയല്ല. കാരണം KM ഷാജിയുടെ മതമാണ് പ്രശ്നം എന്നുള്ള വർഗീയത സതീശൻ കേട്ടിട്ടേ ഇല്ല. അത് ഇപ്പൊ SNDPയും NSSും അല്ലെങ്കിൽ ഇവരൊന്നിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ അവരുടെ ഘടകകക്ഷികളായി നിന്നുകൊണ്ട് അവരാണ് ഇത് തീരുമാനിക്കുന്നത് എന്ന് വെച്ചോളൂ. കേരളത്തിൽ ഇപ്പൊ LDFന്റെ ഘടകകക്ഷികളാണ് ഇവരെന്ന് വെച്ചു. LDF അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, NSSും SNDPയും കൂടിയാണെന്ന് വെച്ചോളൂ. ഇവിടുത്തെ ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാർ, കുറെ മാപ്രകൾ എന്ന് പറയുന്ന ഇടതുപക്ഷക്കാർ, ഇവരെല്ലാം കൂടെ കിടന്ന് പറയുന്നത് കേരളത്തിൽ വർഗീയത, കേരളത്തിൽ ഹിന്ദു തീരുമാനിക്കണം ആരാണ് ഭരിക്കേണ്ടതെന്ന്, കേരളത്തിൽ ഹിന്ദു തീരുമാനിക്കണം ആരാണ് മുഖ്യമന്ത്രി എന്ന്, ഹിന്ദു തീരുമാനിക്കണം ആരാണ് ഉപമുഖ്യമന്ത്രി എന്ന്. അതായത് ഹിന്ദു എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. ഹിന്ദുവിനെ ഈ പറയുന്നവരെല്ലാം ഹിന്ദുക്കളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന സതീശൻ ഹിന്ദു അല്ലേ? സതീശൻ ഇനി നാളെ പൊന്നാനി ചെന്ന് മതം മാറുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇപ്പൊ വരെ സതീശൻ ഹിന്ദു ആണ്. സതീശന്റെ ഈ പോക്ക് ആണെങ്കിൽ സതീശൻ ചിലപ്പോൾ മതം മാറുമായിരിക്കും, എനിക്കറിയില്ല. എങ്കിൽ പോലും ഈ പറയുന്നവരെല്ലാം ഹിന്ദു ആണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക TK പത്മനാഭനാണെന്ന് തോന്നുന്നു അദ്ദേഹം, നമ്മുടെ BJPയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അഡ്വക്കേറ്റ് പത്മനാഭൻ, അദ്ദേഹത്തിന്റെ TK അല്ലേ, ക്ഷമിക്കുക, അഡ്വക്കേറ്റ് പത്മനാഭൻ, അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചപ്പോ SNDP NSSും ഒന്നിച്ചാൽ BJPക്ക് അതൊരു വലിയ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ SNDP മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ NSSന്റെ അടുക്കലേക്ക് വിട്ടത്. അതായത് BJPക്ക് അതൊരു ഗുണം ചെയ്യാനല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു കളി കളിച്ചത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനല്ലേ ഗുണം ചെയ്യുന്നത്? എന്താ NSS SNDP ഒന്നിച്ച് BJPക്ക് ഗുണം ചെയ്താൽ ഇത്ര അസ്വസ്ഥരാകുന്നത്? മുസ്ലിങ്ങൾ മുഴുവൻ കോൺഗ്രസിന് വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നതും കോൺഗ്രസ് മുസ്ലിം ലീഗ് പറയുന്നതല്ലേ കേൾക്കുന്നത്? അവിടെ വർഗീയതയില്ല. ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് ഞാൻ പറയില്ല, ചില മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കൾ പറയുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ സതീശനെ പോലുള്ള ഹിന്ദുക്കളുണ്ട്, KM ഷാജിയെ പോലുള്ള മുസ്ലിങ്ങളും ഉണ്ട്. ഓൾറെഡി ഇപ്പോ വർഗീയത മുസ്ലിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് വർഗീയതയല്ലെന്ന് കോൺഗ്രസ് വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ. ഇനി ഹിന്ദുക്കളും കൂടെ വന്ന അതേ തരത്തിൽ പറയുമ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തരംതിരിക്കാനുള്ള ഒരു കഷ്ടപ്പാട് ഭാവിയിൽ വരും. കാരണം അത് അങ്ങനെ ഇവരൊന്നിച്ച് പറയുമ്പോൾ ലീഗ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞാലാണോ കുഴപ്പം, അപ്പൊ ഹിന്ദുക്കൾ പറഞ്ഞാലാണോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരണ്ട. അതുകൊണ്ട് ഇപ്പോഴേ അവർ വർഗീയതാണെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗിന് ഇതിനിടയ്ക്ക് കുറച്ച് ഗൂഢതന്ത്രങ്ങളെല്ലാം ഉണ്ട്. അതായത് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മിന്നുന്ന പ്രകടനത്തിന്റെ പിന്നിൽ ലീഗിന്റെ പങ്കാളിത്തം വളരെ
കേരളത്തിൽ എമ്പാടും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് കേരളത്തിൽ എവിടെയൊക്കെ ജയിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ് UDF ജയിച്ചെന്ന ക്രെഡിറ്റ് അവരിപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ ലീഗിന് 5 or 6 മന്ത്രിമാരെ അവർ ചോദിച്ചു, കൊടുക്കും, അത് തർക്കമില്ല. അതിനുശേഷം മറ്റൊരു കാര്യം നടത്തും. കേരളത്തിൽ മറ്റ് മന്ത്രിമാർ ആരൊക്കെയാകണം എന്നുള്ളത് കൂടെ ലീഗിന്റെ സമ്മതത്തോടു കൂടി ആയിരിക്കും UDFന്, അതായത് കോൺഗ്രസിന്. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ ആഭ്യന്തരം കൊടുക്കാൻ പോകുന്ന ചിലപ്പോൾ ലീഗ് നേരിട്ട് എടുക്കണമെന്നില്ല, പക്ഷേ അതൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് കൊടുക്കണമെന്ന് കോൺഗ്രസിനോട് നിർദ്ദേശിച്ചാൽ അതിനെ കവച്ചു വെച്ച് മുന്നോട്ട് പോകാനായിട്ട് കോൺഗ്രസിന് സാധിക്കില്ല. കാരണം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കൊപ്പം ഒക്കെ ഇലക്ഷൻ സ്വപ്നങ്ങളുള്ളതാണ്. അതിന് വയനാടോ മലപ്പുറമോ ഒക്കെ പോലുള്ള സുരക്ഷിതമായ മണ്ഡലം കൊടുക്കുവാനായിട്ട്, അതായത് വർഗീയമായിട്ട് സംഘടിച്ചു നിൽക്കുന്ന മുസ്ലിമിനല്ലാതെ കേരളത്തിൽ ഒരു NSS കാരൻ വിചാരിച്ച് ജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. SNDP കാരൻ വിചാരിക്കുമോ? വിചാരിച്ചാലൊക്കെ സാധിക്കും, വിചാരിക്കുമോ? ഇല്ല. ആരാ വിചാരിക്കുന്നത്? ക്രിസ്ത്യാനിക്ക് പോലും വിചാരിച്ചാൽ വിജയിപ്പിക്കാൻ ഒരു പക്ഷെ പറ്റില്ലെന്ന് വരും. പക്ഷെ മുസ്ലിം ലീഗ് വിചാരിച്ചാൽ മുസ്ലിം സമുദായം അതേപോലെ പ്രവർത്തിക്കുകയും വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ അപ്രമാദിത്യം അവർ കാണിച്ചുകൂടാ? അത് ചോദ്യമാണ്. അത് ആ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നത് ആരാ? ഇവര് തന്നെയാണ്, കോൺഗ്രസ് തന്നെയാണ്. അതെ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേട്ടങ്ങൾക്ക് അവർ മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചു. ഇപ്പോ ലീഗിന്റെ നേട്ടങ്ങൾക്ക് കോൺഗ്രസിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ലീഗ് പറയുമ്പോൾ വർഗീയത ഇല്ലാത്തത്, ഹിന്ദുക്കൾ പറയുമ്പോൾ വർഗീയത ഉണ്ടാവുന്നതും എങ്ങനെയാണെന്നുള്ള ഒരു സംശയത്തിന് ഒരുപക്ഷെ മറുപടി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കിട്ടും. അതിനൊരു മറുപടി പറയാം. അതായത് ഗംഗയെന്ന് എന്തോ പറഞ്ഞൊരു വീട്ടില് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി താമസിക്കില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഗ്രേസ് എന്നോ എന്ത് പറഞ്ഞ ആ പേര് അദ്ദേഹം മാറ്റി, ഓർക്കുന്നുണ്ടല്ലോ. ഇത് കൂടാതെ നിലവിളക്ക് ഞങ്ങൾ കത്തിക്കുകയില്ല എന്ന് ലീഗ് മന്ത്രിമാർ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വിവാദം ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ട് വിവാദം ഉണ്ടാകുന്നില്ല? ലീഗ് പറഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അത് വിവാദമാക്കേണ്ടതില്ല, മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച്. അതിന്റെ കാരണം മാധ്യമങ്ങൾക്ക് അതിന്റെ പിന്നിൽ വേറെ കാര്യങ്ങളുണ്ട്. കാരണം ഇവിടുത്തെ വ്യവസായ മേഖലയിൽ ലീഗ് ദീർഘകാലം വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടും ഭരണത്തിൽ പങ്കാളിയായതുകൊണ്ടും വ്യവസായ മേഖലകളിലെ പല കച്ചവടക്കാരും അല്ലെ സ്ഥാപനങ്ങളും മുസ്ലിം ലീഗുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരോ അവരുടെ ബിനാമികളോ ഒക്കെയാണ്. അവർ പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പത്രക്കാർ ഇത്തരം കാര്യങ്ങളിൽ കാര്യമായ പ്രതികരണമൊന്നും നടത്തുകയില്ല. പിന്നെ പ്രതികരണം നടത്തിക്കൊണ്ടിരുന്നത് പാവം വെള്ളാപ്പള്ളി നടേശൻ സാറാണ്. അദ്ദേഹത്തിന്റെ വായടപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വായിക്ക് എപ്പോഴും കൊണ്ടുപോയി ഈ മതേതര പ്ലാസ്റ്റർ ഒട്ടിക്കാനായിട്ട് ഇവിടെ ശ്രമിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നിശബ്ദനാകുകയും മാർഗമുള്ളൂ. കാരണം അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കാൻ വേറെ ആരുണ്ട്? ഒരാളൊരു സത്യം വിളിച്ചു പറഞ്ഞു, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ, അതിനൊരു പിന്തുണ കൊടുക്കുമല്ലോ. ഇദ്ദേഹം പറയുന്നതിന് എന്തെങ്കിലും പിന്തുണ ആരെങ്കിലും കൊടുത്ത് കണ്ടിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, കഴിയുമ്പോൾ സതീശന്റെ ആഗ്രഹവും ലീഗിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂവണിയൊന്നും കണ്ടു തന്നെ. ഇപ്പോ ആളൊഴിഞ്ഞ ഗോൾ പോസ്റ്റ് പോലെ കിടക്കുകയാണ്. ലീഗിന് ധൈര്യമായിട്ട് ഗോൾ അടിക്കാം. അതെ.